ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാം കേട്ടോ. രാത്രിയിലേക്കുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് പച്ചമുളക് ഇട്ട് കരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കറിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫോൺ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ സൈഡിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് മെഴുക്ക് പുരട്ടി തോരനാക്കി എടുക്കാം കേട്ടോ. ഈ ബീറ്റ്റൂട്ട് മാത്രമല്ല, നമുക്ക് കൂടുതൽ മുട്ടയും വറക്കാനുണ്ട് കേട്ടോ. ഈ ജസ്റ്റ് തട്ടിക്കൂട്ട് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണക്കമുളകും പച്ചമുളകും ഉള്ളിയൊക്കെ വഴറ്റി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം തോരൻ്റെ ഒരു പരിവാക്കി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചെറുതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് വേവട്ടെ. ആ വേവുന്ന ടൈമിൽ നമുക്ക് എന്താ ചെയ്യുക, മുട്ട വറുത്തെടുക്കാം കേട്ടോ. അപ്പുറത്ത് അവിടെ കിടന്ന് വെന്തോളും. ആ സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം കേട്ടോ. നമ്മളിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. 3 മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മളിത് വേറൊന്നും ചേർക്കുന്നില്ല. എരിനനുസരിച്ച് 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാറുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മളിവിടെ ബീറ്റ്റൂട്ടും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത്. അപ്പോൾ ബീറ്റ്റൂട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അത് മിസ്സായിപ്പോയേ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നത്. പാത്രമൊക്കെ വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് നമ്മളിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഒഴിച്ച് കൊടുത്തൊന്ന് ഇതുപോലെ റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാധിച്ചില്ല. അത് മറിച്ചിട്ടപ്പോഴേക്കാകെ കൊളായിപ്പോയപ്പോൾ അതൊന്ന് ചിക്കി എടുത്തിട്ടാണ്. അത് ഇത് കാണിച്ചില്ല കേട്ടോ. അതും മിസ്സായിപ്പോയേ. അപ്പോൾ ചിക്കി എടുത്ത് അത് മാറ്റി വെച്ച് പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് റെഡിയാക്കി തേങ്ങക്കിട്ടക്ക് സെറ്റാക്കി കേട്ടോ. അപ്പോൾ അത് രണ്ടാമത് ഒഴിച്ച ഇതാണ്. അപ്പോൾ പക്ഷേ ആ ഓംലെറ്റും സംഭവം കയ്യിൽ നിന്ന് പോയി. അതും ഇതുപോലെ വിട്ടാണ് കിട്ടിയത്. എന്നാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. മുട്ട വറുത്തതും പിന്നെ ബീറ്റ്റൂട്ടൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ കമൻറ്റ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. സപ്പോർട്ട്